കൂടാലും നിനക്ക് സ്വർണം കട്ടിട്ട് 4 കിലോ കട്ടിട്ട് എന്ത് കൂടാലോ എന്നാ കട്ടി ഈശയിലാക്കി ദൈവത്തിൻ്റെ പണം. ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, അയ്യപ്പൻ്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചില്ല എന്നുള്ള കാര്യം കക്കുന്നവരൊക്കെ അത്രേ പറയുള്ളൂ. ഒരു കാരണവശാലും ഈ കട്ട കള്ളന്മാർ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ സ്വർണ്ണപ്പാളികൾ നേരെയാക്കാൻ കൊണ്ടുപോയത് 2019-25 ആ 2 തവണ UDF അല്ല അധികാരത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷണം നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല. ഞങ്ങൾ 6-ാം തീയതി നടക്കുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് വേണ്ടി വന്നാൽ സമരത്തിന്റെ പാതയിലേക്ക് ഞങ്ങൾ നീങ്ങും. കാരണം സ്വർണം കട്ട സംഭവം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കപട ഭക്തന്മാരുടെ കയ്യിൽ ദേവസ്വം ബോർഡുള്ളതിൻ്റെ ഒരു ദുരന്തമാണ് അയ്യപ്പന് പോലും അനുഭവിക്കേണ്ടി വന്നത്. നിയമം അനുസരിച്ച് ഒരിക്കലും സ്വർണ്ണപ്പാളികൾ അമ്പല പരിസരം വിട്ടുകൊണ്ടുപോകാൻ പാടില്ല. ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട സ്പോൺസറായി പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടുകിട്ടി. ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, അയ്യപ്പ സംഗമം സ്പോൺസർ ചെയ്തവരാരൊക്കെയാണെന്ന് അറിയണം. ഇങ്ങനെയുള്ള എത്ര ഉണ്ണി നമ്പൂതിരിമാര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ അറിഞ്ഞേ തീരും. ഇക്കാര്യത്തിൽ എത്ര ഒളിച്ചുകളി നടത്തിയാലും ശരി, പാർട്ടി അത് വളരെ ഗൗരവത്തിലെടുക്കും. പാർട്ടി വിശ്വാസികളുടെ കൂടെയാണ്. ആ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില നയങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത്. അതിനെതിരെ ശക്തമായി പാർട്ടി നിലപാട് സ്വീകരിക്കും. ആ കാര്യങ്ങൾ പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഞാൻ പറയാം, ശബരിമലയുടെ കാര്യത്തിൽ ആരെന്ത് കാണിച്ചാലും തെറ്റു തന്നെയാണ്. ഏത് അന്വേഷണത്തിനെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്താണ് പീഠങ്ങളും സ്വർണ്ണപ്പാളികളും കാണാതായിട്ടുള്ളത്. അതിനെ പൂർവ്വകാലം പറഞ്ഞ് മറയ്ക്കാൻ നോക്കണ്ട. ഒരന്വേഷണത്തിലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷേ കണ്ടുപിടിച്ച തെറ്റുകൾ അതന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. പിന്നെ സംശയം എന്താ? അങ്ങനെയുള്ള സ്പോൺസറായിട്ട് മാറിയത് എങ്ങനെയാണ്? എന്താണ് സ്പോൺസർ? ഒരു കീഴ്ശാന്തിക്ക് വന്ന ഒരാളെ എങ്ങനെ സ്പോൺസറായിട്ട് മാറും? ഇതൊക്കെ അറിയണ്ടേ? ഇതൊക്കെ ഒരു സംഗമം കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. കപട ഭക്തിക്കാരുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരണം. അന്വേഷിക്കണം ഈ കാര്യങ്ങളൊക്കെ. ഏതന്വേഷിക്കുന്നതിന് ഒരു വിരോധമില്ല. പക്ഷേ ഒരിക്കലും കുറ്റവാളികളെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഒരു സംശയം അക്കാര്യത്തില്ല. കൂടാലും നിനക്ക് സ്വർണം കട്ടിട്ട് 4 കിലോ കട്ടിട്ട് എന്ത് കൂടാലോ എന്നാ കട്ടി ഈശയിലാക്കി ദൈവത്തിൻ്റെ പണം. ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, അയ്യപ്പൻ്റെ സ്വത്ത് തൊട്ടവരാരും ഗതി പിടിച്ചില്ല എന്നുള്ള കാര്യം കക്കുന്നവരൊക്കെ അത്രേ പറയുള്ളൂ. ഒരു കാരണവശാലും ഈ കട്ട കള്ളന്മാർ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല.